പറഞ്ഞു ബില്ലം ബ്രോ എനിക്കും പോകണം, ഞാൻ ആരും കൂട്ടില്ലാത്തത് കൊണ്ട് പോയിരുന്നതാണ്, മറ്റേ റെഗുലുള്ളപ്പം നമ്മൾ പോകാനെല്ലാം പ്ലാൻ ചെയ്തിട്ട് നടന്നില്ല എന്ന് പറഞ്ഞായിരുന്നു. സോ നമ്മൾ എന്ത് ചെയ്തു, അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ നാളെ പോകാമെന്ന് പറഞ്ഞു. അപ്പം നാളെ പോകുന്ന ദിവസം ഇവന് അതിൻ്റെ അതിൻ്റെ പിറ്റേ ദിവസം ഒരു ഇനാഗുറേഷൻ ഉണ്ട്. സോ ഇനാഗുറേഷൻ അല്ല കോളേജിലെ ഒരു ചെറിയ പരിപാടിയുണ്ട്. സോ അവന് മുടി വെട്ടാൻ പോകണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം മുടി വെട്ടാൻ പോകാൻ വേണ്ടിയിട്ട് അവൻ ഒരു കാര്യം ചെയ്യും, വില്ലംപുറം ഇന്ന് ജോയിൻ ചെയ്യും, നാളെ തൊട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് എന്നെ അവൻ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. ഓക്കെ, തുടക്കം അങ്ങനെയാണ് ഈ സ്റ്റാർട്ടിങ്, അതായത് ഈ ജിമ്മിൻ്റെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന തുടക്കം അതാണ്. അപ്പം ഞാൻ പോയി പുള്ളിയെ വിളിച്ച് പറഞ്ഞു, അഭിജിത്തോ എന്തോ എൻ്റെ പുള്ളിയുടെ പേര്, എടാ ബ്രോ ഞാൻ എൻ്റെ ചേട്ടൻ വന്നിട്ടുണ്ട്, അപ്പം പുള്ളി വെളിയിലായിരുന്നു, അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ജിമ്മിൽ വരുന്നുണ്ട്, അപ്പോൾ ഞാൻ നാളെ തൊട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് എന്നെ എല്ലാം സെറ്റാക്കിയിട്ട് ഞാൻ ജിമ്മിൽ ഞാൻ ചെയ്യുന്നു പറഞ്ഞ് അവിടെ ചെന്നപ്പോൾ എല്ലാവരും ചോദിച്ചു ഇത് പുതിയ അഡ്മിഷൻ ആണോ? അപ്പോൾ ചെല്ലുമ്പോൾ ഇച്ചിരി ശരീരമൊക്കെ ഉണ്ടായിട്ട് എല്ലാവരും വന്ന് എന്നോട് സംസാരിക്കണമെന്നൊക്കെ തുടങ്ങി. അപ്പോൾ എന്നിട്ട് പറഞ്ഞ് പുതിയ അഡ്മിഷൻ ആണല്ലേ, എവിടെയാണ് വീട്, എവിടെയാണ്? ഞാൻ പറഞ്ഞു എൻ്റെ വീട് ഹൈദരാബാദാണ്. പറഞ്ഞു ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, ഇവിടെ ഞാൻ എൻ്റെ കൂട്ടുകാരൻ എവിടെയാണ് പറഞ്ഞാൽ കൂടലാണ് നിൽക്കുന്നത്. ഓക്കെ. അപ്പോൾ പറഞ്ഞു ഓക്കെ എന്താണ് ജോലി എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും വന്ന് ഇതാണ് ചോദിക്കുന്നത്. വന്നപ്പോഴേ അവിടെ ജിമ്മിൽ എല്ലാവരും ഭയങ്കര കമ്പനിയാണ്, മനസ്സിലായോ? കുറേ ചേച്ചിമാരും കുറേ പേരും മൊത്തം എന്നെ ഭയങ്കര കമ്പനി ടീംസാണ്. സോ അവരെല്ലാവരും വന്നപ്പോൾ ഞാൻ പറയും ഈഗിള് എന്ന് പറയുന്ന പുള്ളിയാണ്. പറഞ്ഞു ഞാൻ അറിയാം, ഈഗിളിനെ അറിയാം, അതാണ്. അപ്പോൾ പുള്ളി ഇപ്പം വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് പറഞ്ഞു ചിലവർക്ക് ഓക്കെ ഈഗിള് പിന്നെ ഇപ്പോൾ ജിമ്മും ചെയ്യുന്ന നേരത്തെയൊക്കെ ശരീരമൊക്കെ ഉള്ള ഒരു ചേട്ടനിലായിരുന്നൊക്കെ ഞാൻ പിന്നെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തു. ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റാക്കി പറഞ്ഞ് പുള്ളി വരുമോ ജിമ്മിനെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നാളെ വരുന്നുണ്ട്, നാളെ സെറ്റാക്കി നാളെ വരുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ കുറേ പേര് പറഞ്ഞു ഓക്കെ ശരി എങ്കിൽ എനിക്ക് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കണം, നാളെ ഫോട്ടോ എടുക്കണം കേട്ടോ ചേട്ടാ ഞാൻ നാളെ വരത്തില്ല പറഞ്ഞു. ഞാൻ വരും നമ്മൾ ഡെയിലി വരും, ഞാൻ ജിമ്മൊന്നും മിസ്സാക്കാറില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ജിമ്മിന് പോകുന്നത് മിനിഞ്ഞാന്നാണ്, അതായത് ജനുവരി 21 അവൻ്റെ വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ പിന്നെ ജിമ്മിന് പോകുന്നത് ഫെബ്രുവരി 24-നോ 25-നാണ് തോന്നുന്നു ഞാൻ ജിമ്മിന് പോകുന്നത് അന്നാണ്. അതുവരെ ജിമ്മും കണ്ടിട്ടില്ല, ജിമ്മിൻ്റെ പരിസരവും കണ്ടിട്ടില്ല. ഞാൻ 6 കിലോ ടു 7 കിലോ വരെ ഇൻക്രീസായി. അതിന് അവനെ ഞാൻ കുറ്റം പറയുന്നില്ല, അതിന് ഞാൻ അവൻ്റെ അമ്മയെയാണ് കുറ്റം പറയത്തുള്ളൂ. എനിക്ക് ഉണ്ടാക്കി തരുന്ന കാണുക സത്യം പറയാലോ, വലിയൊരു പാത്രം നിറച്ച് ചോറ്, സൈഡിലൊരു കപ്പ, ചീനി, ടപ്പിയൊക്ക, അതിൻ്റെ സൈഡിൽ വല്ല ചൂരക്കറിയോ, പിന്നെ സൈഡിൽ ചിക്കൻ ഫ്രൈ അല്ലെങ്കിൽ ബീഫ്, ഇങ്ങനെല്ലാം വെച്ചിട്ട് ഒരു ചട്ടിച്ചോറ് തരുന്ന പോലെ വലിയൊരു ചട്ടി നിറച്ച് ഇങ്ങനെ വെച്ചങ്ങ് തരും. ഞാനാണോ ഇവിടുന്ന് ഹൈദരാബാദിൽ നിന്ന് പിന്നെ പട്ടിണി കിടന്നിട്ട് പോകുന്ന അവസ്ഥയാണ്. ഇവിടെ പ്രോപ്പർ മീൻ കിട്ടത്തില്ല, ഹൈദരാബാദ് പട്ടിണി കിടന്ന് ചെല്ലുന്ന അവസ്ഥയാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാനത് കാണുമ്പം ഡയറ്റ്, വർക്കൗട്ട് ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ അപ്പം ആലോചിക്കും കുഴപ്പമില്ല, കുറച്ച് ദിവസമല്ലേ, ഞാൻ അത് കഴിഞ്ഞിട്ട് തിരിച്ച് പോകുമ്പോഴത്തേനും എനിക്ക് വെയിറ്റ് കുഴപ്പമില്ല, മാനേജ് ആയിട്ടുണ്ട്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 6 to 7 മാസത്തോളം 7-8 മാസത്തോളം ഞാൻ 82 കിലോയിൽ നിന്ന് കുറഞ്ഞിട്ടുമില്ല കൂടിയിട്ടുമില്ല. സോ അത് അങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കുകയാണ് മനസ്സിലായി. അപ്പം ഞാൻ ആലോചിച്ചു ഓക്കെ കുഴപ്പമില്ല, ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാമെന്ന് വെച്ചു. ആദ്യത്തെ ദിവസം തരുന്നു ചട്ടിച്ചോറ്, രണ്ടാമത്തെ ദിവസം തരുന്ന പൊതിച്ചോറ്, അങ്ങനെ ഓരോ ദിവസവും വെറൈറ്റി സാധനങ്ങൾ തന്ന് ഞാൻ എൻ്റെ അതായത് പാൻറ്റിൻ്റെ സൈസ് 32 സൈസാണ് കേട്ടോ. അപ്പം എനിക്ക് ആ അരവണ്ണം ഭയങ്കരമായിട്ടൊന്നും ഇല്ല. സോ ഞാൻ ആ പാൻറ്റൊക്കെ വരുന്നതിൻ്റെ തലേ ദിവസം അതുവരെ ട്രാക്ക് പാൻറ്റ് കാര്യമൊക്കെ ഇട്ട് പുറത്തൊക്കെ പോയി. അപ്പോൾ അത് വരുന്ന ദിവസം ഞാൻ പാൻറ്റൊക്കെ കെട്ടിയിട്ടപ്പോൾ ചെറിയൊരു ഇറുക്കം. ഞാൻ ചോദിച്ചു നീ തിന്നിട്ടാണോ? അല്ല. എന്നിട്ട് തിരിച്ച് ഇവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞ് ഞാൻ ആ വെയിറ്റ് നോക്കുന്നതിനകത്ത് കയറി നിന്നപ്പോഴത്തേക്കിന് ഞാൻ നോക്കിയപ്പം 87 കിലോ. ഞാൻ വിചാരിച്ചു നീ പോക്കറ്റിൽ വല്ല ഫോൺ കിടന്നോ, അത് ഇത്രയും കിലോ കൂടാൻ കാരണം എന്തിന്? ഞാൻ 6 to 7 കിലോ കൂടി കഴിച്ചു ഒരു മാസം കൊണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ അവരുടെ വീട്ടിൽ നിന്ന് കഴിച്ചേക്കുന്നത്, അവൻ കഴിക്കുന്നതിനെക്കാട്ടി കൂടുതൽ നേരം ഞാൻ അവരുടെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. ഞാൻ പറയാം അമ്മ ഞാൻ ഇത്രയും കഴിക്കാറില്ല, എനിക്കിത്ര വേണ്ട. എവിടെ കേൾക്കാനാ, ഉണ്ടാക്കി തരുമ്പോൾ എന്നിട്ട് എന്നോട് പറയാ മോനെ എനിക്ക് പറ്റത്തില്ലടാ, ഇങ്ങനെ ആരെങ്കിലും എനിക്കങ്ങ് വിഷമം വരും, ആരെങ്കിലും എന്തെങ്കിലും വന്ന് കൊടുത്തില്ലേ കഴിച്ചില്ല, എനിക്ക് ഭയങ്കര വിഷമമാണെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുതരും. എനിക്കാണെങ്കിൽ അമ്മ പാവം, ഞങ്ങൾ മാത്രമേ ഉള്ളൂ വീട്ടിൽ, മനസ്സിലായി, ഞാനും ഈകൾ മാത്രമേ ഉള്ളൂ. സോ ഞാൻ വിചാരിക്കും അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടല്ലേ പാവം എന്ന് പറഞ്ഞ് ഞാനും തിന്നും. അമ്മ അയ്യോ പാവമല്ലേ, ഒന്നും കഴിക്കാണ്ട് അവിടെ മീനൊന്നും കിട്ടാണ്ട് വന്നിട്ട് പാവം വരുന്ന എല്ലാവരും ഉണ്ടാക്കി തരും. ഞങ്ങളമ്മ ഒരു ധാരണ അവസാനം
പോകുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങൾ രണ്ടുകൂടി സംസാരിച്ച്. അപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞത്, മോനെ എനിക്ക് പറ്റാത്തതുകൊണ്ടാണ്, എനിക്ക് നിങ്ങൾ കാണുമ്പം അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടെ ചോറൂടെ അധികം ഇടും. അപ്പോൾ ഞാൻ വിചാരിക്കും അമ്മ ഇങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അമ്മയാണെങ്കിൽ എനിക്കത് അതിനപ്പുറം അങ്ങനെ കഴിച്ചാണ് ഞാൻ ഇത്ര വണ്ണം വെച്ചത്. സീരിയസ്ലി പറയാലോ, ഇനി ഞാൻ 6 to 7 കിലോ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ജിമ്മിലൊരു 1-2 മാസം, 1 മാസം മിനിമം 1 മാസം ഞാൻ കഷ്ടപ്പെടണം. 6 to 7 kg ഞാൻ കൂടിയത്, 6 to 7 കിലോ. എന്തിനു പറയാനാ, ആ ഒരവസ്ഥയായിരുന്നു കൈ സത്യം പറയാന്നെങ്കിൽ. അത് കഴിഞ്ഞപ്പോഴത്തെ ഞാൻ ഇവിടെ വന്നു. ഞാൻ പക്ഷേ വേറൊരു കാര്യം പറഞ്ഞാൽ, ഈ 6 to 7 ദിവസം ഈ 7 കിലോ കൂടിയതിനകത്ത് ഇത്രയും ദിവസം ഞാൻ ഏകദേശം 1 മന്ത് മേളിൽ അവിടെ നിന്ന് 1 മന്ത് നിന്ന്. അപ്പോൾ ഈ 1 മന്തിൽ ഞാൻ ഷുഗർ ഇൻടേക്ക് ഞാൻ എടുത്തിട്ടേ ഇല്ല, ഷുഗർ കഴിച്ചിട്ടേ ഇല്ല. ഷുഗർ എന്ന് പറഞ്ഞാൽ ആഡഡ് ഷുഗർ കഴിച്ചിട്ടില്ല, പ്രോസസ്ഡ് ഷുഗർ, അങ്ങനെ ഒരു ഷുഗറും, അതായത് ഈ ബിസ്ക്കറ്റിലാണെങ്കിൽ ഈവൻ അതിനകത്ത് ഷുഗർ ഉണ്ടല്ലോ, അതുപോലെ ഞാൻ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ബോഡി ഭയങ്കരമായിട്ട് റെസ്പോണ്ട് ചെയ്യും, അത് ഉറപ്പാണ്. അതുകൊണ്ട് പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം അവിടെ പോയിട്ടുള്ളത്. പിന്നെ അതുപോലെ ജിമ്മിന് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ പറയുന്ന ഒരിക്കലും നിങ്ങൾ കേൾക്കരുത്. ഞാൻ പ്രതീക്ഷിച്ചു അവൻ നാളെ വരും, മറ്റന്നാളിൽ പോകാൻ പറ്റും. ഇവനെന്നോട് ഞാൻ പറഞ്ഞ ഒരു 3 ആഴ്ച അടുപ്പിച്ച് എന്നോട് കോൺഫിഡൻ്റ് ആയിട്ട് എന്നോട് പറഞ്ഞു, വില്ലം ബ്രോ നമ്മൾ പോകും വില്ലം ബ്രോ, നാളെ എന്നുള്ളൊരു ദിവസം ഉണ്ടെങ്കിൽ നമ്മൾ ജിമ്മിന് പോയിരിക്കും. എൻ്റെ വീഡിയോ സഹിതമുണ്ട്, ഒരു മിനിറ്റേ നോക്കട്ടെ, ആ വീഡിയോ തപ്പട്ടെ. ഞാൻ പറഞ്ഞ അളിയാ, നീ ഇത് വന്നില്ലെങ്കിൽ ഞാനത് വീഡിയോ ഇടും. ഒരു മിനിറ്റേ, അവിടെ വീഡിയോ ഡിലീറ്റ് ചെയ്തോടെ ഞാൻ. എടാ ഇല്ലില്ല, വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, വീഡിയോ എവിടെയോ ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ വീഡിയോ എടുത്തു, നീ ഇത് വന്നില്ലെങ്കിൽ ഞാൻ വീഡിയോ പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്തായിരുന്നു കേസ്. അതാ തിങ്കളാഴ്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ വില്ലം ബ്രോ ജിമ്മിൽ എത്തിയിരിക്കും. നീ വരത്തില്ല? വില്ലം ബ്രോ എത്തിക്കും ജിമ്മില്. നീ വരത്തില്ല? ഞാൻ വരും, വർക്കൗട്ട് ചെയ്യും. ദിവ്യ അങ്ങനല്ല, നാളെ ഞായറാഴ്ചയാ. അവിടെ ചെല്ലുമ്പോ അവര് ദിവസം ഉണ്ട് വില്ലം ബ്രോ നമ്മള് പോയിരിക്കും ജിമ്മില്. ഒന്ന് ക്ലിയർ ആയി പറയാം താങ്കൾ. അപ്പം അവിടുന്ന് ദിവ്യ പറയുന്നുണ്ട്, ദിവ്യ അപ്പം അവിടുന്ന് പറയുന്നുണ്ട്, എടാ അങ്ങനെ നിനക്ക് പൊക്കൂടെ പറഞ്ഞു. അല്ല ഇന്ന് ശനിയാഴ്ച, അപ്പം ഇന്ന് പൊക്കൂടെ. അപ്പം പറയും അത് നാളെ ഞായറാഴ്ച ആണല്ലോ, അപ്പം നാളെ ജിമ്മില്ല, മനസ്സിലായി, നാളെ മുടങ്ങും, അതുകൊണ്ട് നമുക്ക് തിങ്കളാഴ്ച നമ്മൾ പോകുന്നതായിരിക്കും. മനസ്സിലായി, വീഡിയോ സഹിതം, എൻ്റെ വീഡിയോ സഹിതമാണ് എൻ്റെ ഇരിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ ഇതെടുത്ത് ഉണ്ടോ വേണ്ട വില്ലം ബ്രോ പോയിരിക്കും. എന്നിട്ട് അവന് പോണം. വയറൊക്കെ മറ്റില്ലേ, വയറിങ്ങനെ പിടിച്ചോണ്ട് നടക്കുന്നത്, വയറ് അതായത് വിട്ട് കഴിഞ്ഞാൽ മറ്റേ മുട്ടിലിടിക്കും, മനസ്സിലായ, അതുകൊണ്ട് പൊക്കി പിടിച്ചോണ്ടാണ് നടക്കുന്നത്. ആ അവസ്ഥയാണ്. ആൻറ്റിയുടെ ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ സത്യം പറയാമല്ലോ, ഏത് തടി വെക്കാത്ത ആളും തടി വെച്ചു പോകും. മറ്റേ സെഡ്വാണിലെ സെഡർ പറയുന്നത്, ഞാൻ ഒരു ദിവസം അവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് പിറ്റേ ദിവസം വെയിറ്റ് വെച്ച പോലെ ഫീൽ ചെയ്യും. അതുപോലാണ് അവർ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്ത് പറയാനാ, എന്തോ ഉണ്ടാക്കിയാലും കിട്ടില്ല ടേസ്റ്റ്. ജിമ്മിൽ പോയിരിക്കും. വില്ലം ബ്രോ ജിമ്മിൽ പോയിരിക്കും. അപ്പം ഞാൻ ഒന്നുകൂടെ എടുത്തു വെച്ചപ്പാ ഞാനും വന്നിരിക്കും എന്ന് പറഞ്ഞാൽ മനസ്സിലായ ആ ഒരവസ്ഥയാണ്. ഹലോ, ഹായ് മോനെ, ഇത് S25A അല്ലേ എന്നാ? S25Aയുടെ വോയിസ് ആണെങ്കിൽ അത് നിനക്ക് മനസ്സിലാവും. പൊട്ടാ, അത് അങ്ങനെ ഒരുത്തൻ. അണ്ണൻ ലൈവ് വരട്ടെ. ലൈവ് വരുമ്പോൾ നിങ്ങൾ ചോദിച്ചു, ഞാൻ അവനോട് ചോദിക്കണം. ചോദിക്കുവാണെങ്കിൽ ആ സെക്കൻഡും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യും ഇൻസ്റ്റാഗ്രാമിൽ. സ്റ്റോറി ഇടത്തില്ല, ഞാനിത് പോസ്റ്റ് ചെയ്യും. അവനല്ലെന്ന് പറയുകയാണെങ്കിൽ ഉറപ്പ്. അവൻ പറയട്ടെ, അവൻ പറഞ്ഞിട്ടില്ല എന്ന്.
ജിമ്മിൽ പോകുന്ന കാര്യം പറഞ്ഞാടാ ഈകള്. അയ്യോ ഒരു മിനിറ്റ്, ഡെസ്ക്ടോപ്പ് ഓഡിയോ മ്യൂട്ടാണെന്ന് തോന്നേ. അയ്യോ എന്റെ കേടി കുറഞ്ഞേ. കേടി കുറഞ്ഞോ? ഓക്കെ ഓ നൈറ്റ് RP വരുമോ? നൈറ്റ് ഇന്നങ്ങ് കേറാം. ഇന്നങ്ങ് കേറുക. ഇന്നങ്ങ് ആക്റ്റീവാണ്. ഇനി മുതൽ അങ്ങ് ആക്റ്റീവ് ആണ്. ഞാൻ അങ്ങ് ശല്യാണ് നിങ്ങൾക്ക് ഇനി മുതൽ. കേട്ടിട്ടുണ്ട് ഒരു പ്രൊമോഷൻ തരുന്ന. ആ പ്രൊമോഷൻ